പിന്നെ ചിന്തച്ചേച്ചി നമ്മൾ വിചാരിച്ച പുള്ളിയൊന്നുമല്ല കേട്ടോ. ക്യൂബൻ പ്രസിഡന്റ് ചിന്തച്ചേച്ചി വിളിച്ച മുദ്രാവാക്യം ഏറ്റു വിളിക്കാൻ വേണ്ടി 2 കൈയും കെട്ടി ഒരു ഓരം പറ്റി കാത്തു നിന്നെന്ന് ആരാ പറഞ്ഞെന്നറിയോ? സാക്ഷാൽ ചിന്തച്ചേച്ചി തന്നെ. വിവ ക്യൂബ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചപ്പോൾ പ്രസിഡന്റ് ആ യോഗം കഴിഞ്ഞിറങ്ങി താഴെ വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു. ഉണ്ടോ? ഓ ഭയങ്കരം തന്നെ. എന്നിട്ട് പ്രസിഡന്റ് ചിന്തച്ചേച്ചിയുടെ മുദ്രാവാക്യം വിളിയിൽ അങ്ങ് ബോധരഹിതനായി വീണിട്ട് ബോധം വന്നപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തോളിൽ തട്ടിയിട്ട് പറയുക, ചിന്തമോളെ നീ വെറും ചിന്തയല്ല, ചിന്ത വെന്തതാ നീ എന്ന്. ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഏറ്റുവിളിക്കുന്ന ഒരു വാഴക്കൊലയുടെ 2 വരിയും കൂടെ അവിടെ വെച്ച് കാച്ചായിരുന്നു എങ്കിൽ തേങ്ങാക്കൊലയിൽ കൂടെ അവിടുന്ന് ഒരു PhD എക്സ്ട്രാ കിട്ടിയേനെ. അങ്ങനെ ഡബിൾ PhD. വിവ ക്യൂബ എന്നുള്ളതും ഹസ്താല വിക്ടോറിയ സിയംബ്രെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ മസാല ഇട്ട സീബ്രയോ ക്യൂബൻ പ്രസിഡന്റ് അവിടെ നിന്നിട്ട് ഒരു മുദ്രാവാക്യം തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് അത് വിവ പാലസ്റ്റീന എന്നാണ്. പാലസ്റ്റീനയ്ക്ക് വീവ കിട്ടിയോ ചിന്ത ചേച്ചി? ഞങ്ങൾക്ക് ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. ഓ അതൊക്കെ പറയുമ്പോൾ ആ കണ്ണ് രണ്ടും വിടർന്ന് രോമകൂപങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് അയ്യോ നാട്ടുകാരെ ആർമാദിപ്പിൻ, ആവേശത്തോടെ കൈയടിപ്പിൻ എന്ന് പറയുകയാ. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്നാത്തിനാ ചിന്ത ചേച്ചി? അദ്ദേഹം പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം ആ സദസ്സിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് രേഖപ്പെടുത്തുന്നു. വലിയ കാര്യമായി പോയി. ഒരു രാജ്യത്തിനോടുള്ള ഐക്യദാർഢ്യം മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് രേഖപ്പെടുത്തുന്നു. ഓ അത്ഭുതം. ഞങ്ങൾ ആ പ്രസിഡന്റിന്റെ മുദ്രാവാക്യം ഏറ്റ് ഞങ്ങൾ എല്ലാവരും വിളിക്കും. ഞാൻ ധരിച്ചിരിക്കുന്നത് കേരളീയ വസ്ത്രമാണ്. അതിൽ മാത്രം ഞങ്ങൾക്കൊരു പ്രതിഷേധമുള്ളൂ. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ്. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ. അത് ശരി, വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാ കേട്ടോ. കേരള ഭൂഖണ്ഡത്തിൽ നിന്ന് ചെന്ന ചേച്ചി, പിന്നെ കൂടെ മറ്റു കുറച്ച് സഖാക്കള്, പിന്നെ തമിഴ്നാട് ഭൂഖണ്ഡത്തിൽ നിന്നും കർണാടക ഭൂഖണ്ഡത്തിൽ നിന്നൊന്നും ആരും ഇല്ലായിരുന്നോ ചേച്ചി? ഇന്ത്യ ഭൂഖണ്ഡത്തിൽ നിന്ന് വല്ലവരും ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞ ഇത് നമ്മൾ എങ്ങനെ ചെയ്ത് നിയന്ത്രിക്കും? എന്നിട്ട് വലിയ ബുദ്ധിജീവി ചമഞ്ഞിരുന്ന ഈ വിവരദോഷം എല്ലാം പറയുന്നത്. സൗത്ത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള കുറച്ചും കൂടെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്ന നമുക്ക് ഇച്ചിരിയും കൂടെ ബലം കാണിക്കുമായിരുന്നു സൗത്ത് ഇന്ത്യയുടെ. ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് സഖാക്കളുണ്ട്. ആദ്യം പറഞ്ഞ് കേരളം പോലുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ നിന്ന് വന്നവരെ കൂടാതെ ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാരാണ്? വികസനം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി ലോകരാജ്യങ്ങളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ക്യൂബ വളരെയധികം ഇന്നത്തെ ചർച്ചയിലും ഇന്നത്തെ വിഷയങ്ങളിലും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതൊക്കെ സമ്മതിച്ചു തന്നു. ക്യൂബയുടെ രാഷ്ട്രത്തലവൻ മുദ്രാവാക്യം വിളിക്കുന്നു. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് പാലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യം. ക്യൂബൻ പ്രസിഡന്റിന്റെ കൊണ്ട് വിളിച്ച ആ മുദ്രാവാക്യം ഒരു ഭരണിയിലിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുറന്ന് നോക്കായിരുന്നു. ക്യൂബൻ പ്രസിഡന്റിന്റെ പാവന സ്മരണയ്ക്കെന്നും പറഞ്ഞ് ഇടയ്ക്കത് നോക്കി പുളകം കൊള്ളായിരുന്നല്ലോ. ചൈനയെ പുകഴ്ത്തിയാലും ക്യൂബയെ പുകഴ്ത്തിയാലും പാലസ്തീനെ പുകഴ്ത്തിയാലും പാകിസ്ഥാനെ പുകഴ്ത്തിയാലും കുഴപ്പമില്ല. ജനിച്ച മണ്ണിനെ അറിയാതെ പോലും പുകഴ്ത്തി ഒരു വാക്ക് പറഞ്ഞു കളയരുത് കേട്ടോ. ഒരു കൂറും ജനിച്ച മണ്ണിനോട് കാണിക്കരുതേ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം എവിടെ പോയി പ്രസംഗിച്ചാലും. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ്. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ, ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് സഖാക്കളുണ്ട്. അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് പോലും ഒരു വാഴയ്ക്കായും അറിഞ്ഞില്ലെങ്കിൽ എന്താ? വാഴക്കൊലയിൽ PhD അല്ലേ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ വിവരദോഷം നമ്മൾ സഹിക്കണോ എന്ന് കേരള ജനത ഒന്നടങ്കം ചോദിക്കുമ്പോഴും നിങ്ങളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, സഹിച്ചേ പറ്റൂ. ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഏറ്റുവിളിക്കുന്ന ഒരു അല്ല ചിന്ത ചേച്ചി, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ക്യൂബ പോലെയുള്ള വികസിത രാജ്യങ്ങളിലേക്കൊക്കെ ടൂർ പോകുന്നത് ഇരിക്കട്ടെ, നിങ്ങളതൊക്കെ ആസ്വദിച്ചോ? അവിടെ നിന്ന് കിട്ടുന്ന ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിൽ നിങ്ങൾ പുളകം കൊണ്ടോ? ഒറ്റയ്ക്കിരുന്ന് പുളകം കൊണ്ടാൽ പോരെ? ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് മൈക്കും വെച്ച് നാട്ടുകാരോട് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? ന്യായമല്ലേ? നിങ്ങളുടെ ആനന്ദലബ്ധി ക്യൂബയിലും ചൈനയിലുമായിട്ടൊക്കെ കിടക്കുക. ആർമാദിച്ചോ? അവിടെ ചെന്ന് കിടന്ന് ആർമാദിച്ചിട്ടിങ്ങി പോര്, ഇവിടെ പറയണ്ട. ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും പല ഭൂഖണ്ഡങ്ങളിൽ നിന്നും വന്ന ആളുകൾ ക്യൂബയിൽ ഒത്തുകൂടി. അല്ല പറയുന്നതോ പോട്ടെ, അതിൻ്റെ കൂടെ 1 ഡസൻ വിവരദോഷമാണ് എടുത്ത് തള്ളുന്നത്. ക്യൂബയിൽ പട്ടിണിയാണ്, ഇവിടെ നിന്നുള്ള അടിയന്തരമായിട്ടുള്ള ഒരു ബക്കറ്റ് പിരിവ് അവർക്ക് അത്യാവശ്യമാണ് എന്നൊക്കെ പറയുന്നത് ശത്രുക്കളാണ് കേട്ടോ. അവിടെ നമുക്ക് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? കേരള രാജ്യത്തിന് വേണ്ടി. ഇന്ത്യയായിട്ട് ബന്ധമൊന്നുമില്ല ക്യൂബയ്ക്ക്. കേരള രാജ്യവുമായി, കേരള ഭൂഖണ്ഡം അല്ലേ, കേരള ഭൂഖണ്ഡവുമായിട്ട് എന്ത് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാം, എങ്ങനെ കേരള രാജ്യത്തെ, കേരള ഭൂഖണ്ഡത്തെ സഹായിക്കാം എന്നൊക്കെയുള്ള ആലോചനയിലാണ് ക്യൂബ. അല്ല പിന്നെ കുറച്ചു മുമ്പ് സീബ്രായോ ബ്രായോ ബ്രിയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ, വേറെ ഏതോ ഭാഷ. വിവ ക്യൂബ എന്നുള്ളതും ഹസ്താല വിക്ടോറിയ സിയംബ്രെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ അതൊന്നും ഇവിടെ വന്ന് വിളിച്ച് കളഞ്ഞേക്കരുതേ. മുഖ്യ സഖാവ് എങ്ങോട്ട് ഓടണമെന്നറിയാതെ നിലയില്ലാതെ നിൽക്കുകയാണ്. നല്ല മൂഡിൽ നിൽക്കുകയാണ്. അവിടോട്ട് ചെന്ന് ഇതൊക്കെ പറഞ്ഞാൽ കാര്യം തീർന്നു.
ഇപ്പം കിട്ടുന്ന ടൂറിനുള്ള കാശും പിന്നെ കിട്ടത്തില്ല. പിന്നെ ചിന്ത ചേച്ചി, ക്യൂബയിൽ പോയപ്പോൾ അവിടെയും കൊണ്ട് പ്രസിഡന്റിന് ഒരു പൊതിച്ചോറ് കൊടുത്തു. ആ പൊതിച്ചോറ് കൊടുത്തതോടുകൂടി, അത് കഴിച്ചതോടുകൂടി ക്യൂബ ലോകത്തെ ആദ്യത്തെ അതിദാരിദ്ര്യരഹിത രാജ്യമായി കളഞ്ഞു എന്നൊക്കെ പരദൂഷണക്കാർ പറയുന്നുണ്ടല്ലോ, ഉള്ളതാണോ? വിവ ക്യൂബ എന്നുള്ളതും ഹസ്താല വിക്ടോറിയ സിയംബ്രെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ എല്ലാവരും അയറ്റിപ്പഴപ്പ്, അതിനുള്ള കാട്ടിക്കൂട്ടലുകൾ. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി വീവ ക്യൂബ മാത്രമല്ല, വീവ അമേരിക്കയും നമ്മൾ വിളിക്കും. എല്ലാം ഞങ്ങൾക്കറിയാം. പിന്നെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമുണ്ട്. പക്ഷെ വിവരദോഷം അങ്ങ് കടന്നാക്രമിക്കുമ്പോഴേ വലിയ ബുദ്ധിമുട്ടാണ് ചേച്ചി സഹിക്കാൻ. അതുകൊണ്ട് ഭൂഖണ്ഡം എന്താണ്, രാജ്യം എന്താണ്, സംസ്ഥാനം എന്താണ്, പഞ്ചായത്ത് എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചേച്ചും ഇനി വിദേശ രാജ്യങ്ങളിൽ ടൂർ അടിക്കണം കേട്ടോ. നമ്മുടെ നല്ല കാലം ക്യൂബൻ മോഡലൊന്നും പുതിയതായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവതരിപ്പിച്ചില്ല. അപ്പോൾ ചേച്ചി ഓല